എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. അപ്പം രാവിലെ എണീറ്റപ്പോൾ തന്നെ എൻ്റെ സ്പെഷ്യൽ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, കട്ടൻ ചായ ആണല്ലോ. അപ്പം ഞാൻ രാവിലെ തന്നെ കട്ടൻ ചായ ഇട്ടു. ആദ്യമേ ഒരു ചായ ഞാൻ കുടിച്ചിരുന്നു രാവിലെ, എന്നാലും എനിക്ക് കട്ടൻ ചായ ഇല്ല പറ്റത്തില്ല. അത് നല്ല എൻ്റെ പാകത്തിന് തന്നെ വേണം. അപ്പം ഞാൻ തന്നെ അത് ഇട്ട് ഒരു കട്ടൻ ചായ ആദ്യമേ അങ്ങ് കുടിച്ചു. എന്നാലും നമുക്കൊരു ഉന്മേഷം ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതാണ് ദോശ. സാധാരണ നോൺ സ്റ്റിക്കിൽ പാനിലാണ് നമ്മൾ ദോശ ചുടുന്നത്. പക്ഷേ ഇന്ന് മാറ്റി ചൂടാമെന്ന് വിചാരിച്ചു. കാരണം അതിൽ ചുട്ടിട്ട് എനിക്ക് ഒത്തിരി മയം തോന്നിയില്ല. പക്ഷേ ഈ ഇരുമ്പിൻ്റെ പാനിൽ ചുട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ദോശ കിട്ടും കേട്ടോ, നല്ല മയത്തിലുള്ള ദോശ. ഇപ്പം നിങ്ങളത് കണ്ടോ? അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുട്ടു. ഈ സമയത്ത് നമ്മുടെ വീട്ടിൽ കുറച്ച് 2-3 അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു. അവന്മാരെയാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ. 2 കുഞ്ഞി പൂച്ചയും ഒരു അമ്മ പൂച്ചയും. 2 പൂച്ച ഇവിടുന്ന് പോയ ശേഷം ഇവിടെ വന്നതാണ് ഈ കുഞ്ഞി പൂച്ചകളും അമ്മ പൂച്ചയും. പക്ഷേ അവർ നമ്മളോട് ഇതുവരെ ഇണങ്ങിയിട്ടില്ല കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ടും അത് പേടിച്ചു പോകുന്ന പോലെയൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഇണക്കി എടുക്കും. അത് കഴിഞ്ഞ് ഒരു ബുൾസൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ബുൾസൈ റെഡിയാക്കിയൊക്കെ വന്ന് ഉപ്പൊക്കെ ഇട്ട് വന്ന് റെഡിയാക്കിയപ്പോഴത്തേക്കും പക്ഷേ ബുൾസൈക്ക് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മളൊരു ഓംലെറ്റാക്കി മാറ്റിയെടുത്തു. എന്നിട്ട് നമ്മൾ ദോശയും ഓംലെറ്റും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പൊന്നൂന് ദോശ കൊണ്ട് കൊടുത്തു കേട്ടോ. അവളിതാ നമ്മുടെ കരിക്കിൻ്റെ പുതിയ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. മുറ്റത്തൊരു മഴയുടെയൊക്കെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷൈജിച്ചേട്ടൻ ഡയറ്റിനുള്ള ഫുഡ് ഇതാ നമ്മുടെ പാവയ്ക്ക തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ മുതിര വെള്ളത്തിലിട്ട് മുതിര പുഴുങ്ങാനായിട്ട് റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ചക്ക ശർക്കരയൊക്കെ ഉണ്ടാക്കി കുഴച്ച ഇതാ ഞാൻ കഴിക്കുന്നത് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ചക്ക അലുവ ഉണ്ടാക്കിയതാണ്. പക്ഷേ സംഭവം ഇങ്ങനെയാണ് തിന്ന് കേട്ടോ. അമ്മയും ഞാനും കൂടെ കുറച്ച് തിന്ന് ഇപ്പോൾ ഏകദേശം അത് തീരാറായി. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു, ഷൈജി ചേട്ടനും കുഞ്ഞിനും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അമ്മ അപ്പം നമ്മുടെ ഓമയ്ക്ക ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ട് എല്ലാം അരിയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറി വെച്ചാണ് നമ്മൾ കൂടുതലും കറികൾ ഉണ്ടാക്കുന്നത്. അപ്പം അത്യാവശ്യമായിട്ട് ബാങ്കിൽ വരെ പോകണമായിരുന്നു. അപ്പം ഷൈജി ചേട്ടൻ വരുന്നില്ല, ഞാനും പൊന്നും കൂടെ പോകാമെന്ന് വിചാരിച്ചു റെഡിയാകുകയാണ് കേട്ടോ. രാവിലെ തന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി റെഡിയായി, ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഇട്ടു, വലിയ മേക്കപ്പൊന്നും ഇട്ടില്ല. എന്നിട്ട് ഞങ്ങളിതാ റെഡിയായി നേരെ ബാങ്കിലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ബാങ്കിലോട്ട് ചെന്നപ്പോൾ ഹരിപ്പാടാണ് ബാങ്കിൽ ചെന്നപ്പം കുറച്ച് ലേറ്റായിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഉച്ചയായിരുന്നു. അന്നേരം നമ്മളൊരു ഹാങ് ഔട്ടിൽ കയറി ഒരു കോഫി കുടിക്കാമെന്ന് കരുതി. അപ്പം ഞങ്ങളൊരു ബട്ടർ പപ്സും ക്യാപ്ചീനയും ഓർഡർ ചെയ്തു കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടത്തേക്ക് ബാങ്കിലോട്ട് പോയി. ഓക്കെ, ബൈ.